ഹായ്, എല്ലാവർക്കും സ്റ്റാർ ബൈ ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. നമ്മളിത് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇത് ആർക്ക് വേണേലും കാണാം കേട്ടോ. ബ്രേക്കപ്പിലൂടെ പോകുന്നവർക്കും കാണാം, സെപ്പറേഷൻ ഫേസ് ചെയ്യുന്നവർക്ക് കാണാം, അതുപോലെ നോ കോണ്ടാക്റ്റിലാണെങ്കിലും ഈവൻ ഡിവോഴ്സിലൂടെയാണ് പോകുന്നതെങ്കിലും ഇത് കാണാവുന്നതാണ്. ഇന്നിവിടെ പയലൊന്നും ചൂസ് ചെയ്യാൻ വെച്ചിട്ടില്ല കേട്ടോ. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാവരുടെ എനർജി വരും. നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആകുന്നത് അത് മാത്രം എടുക്കുക, അല്ലാത്തെല്ലാം വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിങ്ങും കൂടെയാണ്. നിങ്ങളിതെപ്പോൾ കണ്ടല്ലോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് 5 ഓഫ് സോർഡ്സ്, ഹെർമിറ്റ്, കിങ് ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്, 10 ഓഫ് വാൻഡ്സ്, 6 ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, അതുപോലെ 7 ഓഫ് കപ്സ് ആണ്. ബോട്ടം കിട്ടിയിരിക്കുന്നത് ലവേഴ്സ് കാർഡ്, 2 ഓഫ് പെൻറ്റക്കിൾ, അതുപോലെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾ ആണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ നിമിഷം ഒരു സെപ്പറേഷനിലൂടെ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു നോ കോണ്ടാക്റ്റിലൂടെ ആകും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയത്ത് മറ്റ് ചോയ്സുകളുടെ പുറകെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് പോയതായിട്ട് കാണിക്കുന്നു. ആ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്തും ആകാം കേട്ടോ. അതിപ്പോൾ ഫാമിലി ആകാം, റിലേറ്റീവ്സ് ആകാം, അവരുടെ കരിയർ ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയും ആകാം. സോ ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഈ ഒരു പേഴ്സൺ ഒരുപാട് ചോയ്സുകളെ പ്രിഫർ ചെയ്യുന്ന ഒരാളായിട്ടാണ്. എന്തായാലും ഈ ഒരു വ്യക്തി നിൽക്കുന്ന സ്ഥലത്ത് ചുറ്റിനും ഒരുപാട് ആൾക്കാർ വേണം, ഫ്രണ്ട്സ് വേണം എന്ന ക്യാരക്ടറുള്ള ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നു. അതുപോലെ ഈ ഒരു പേഴ്സൺ എപ്പോഴും കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള, അതായത് മത്സരബുദ്ധിയുള്ള ഒരാളായിട്ട് കാണിക്കുന്നു. ഒരു കാര്യം ഈ ഒരു പേഴ്സൺ നേടണമെന്ന് ആഗ്രഹിച്ചാൽ അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. ബിക്കോസ് നമുക്ക് 5 ഓഫ് സോർഡ്സ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ചെറിയ കാര്യത്തിന് തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിട്ട് കാണിക്കുന്നു. ഈ ഒരു പേഴ്സൻ്റെ ഈ ഒരു ക്യാരക്ടർ കൊണ്ടിട്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് കാണിക്കുന്നു. അതുപോലെ സമൂഹത്തിന് മുന്നിൽ നെയിമും ഫെയിമും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഈ പേഴ്സണ്. ഈ ഒരു പേഴ്സൺ നിൽക്കുന്ന സ്ഥലത്ത് ആരാണോ ഈ പേഴ്സണ് ഗുണം ചെയ്യുന്നത് അവരുടെ കൂടെ കൂടുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ കറന്റ് ഈ പേഴ്സന്റെ ചുമലിൽ ഒരുപാട് ബർഡൻ അല്ലെങ്കിൽ ഭാരം ഉള്ളതായിട്ട് കാണിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ മറ്റ് തേർഡ് പാർട്ടി ഒന്നുമില്ലെന്നും ഈ പേഴ്സൺ ഒറ്റയ്ക്കാണ് എന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെ വില കൽപ്പിക്കാതെ മറ്റ് ചോയ്സുകളുടെ പുറകെ പോയതിനാകാം ഈ ഒരു പേഴ്സൺ കറന്റ് ഒരു ഹെർമിറ്റ് മോഡിലാണ്. ഹെർമിറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഏകാന്തത അല്ലെങ്കിൽ സന്യാസയോഗമൊക്കെ കാണിക്കുന്നതിനെയാണ് നമ്മൾ ഹെർമിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സൺ കറന്റ് അവരുടെ ഇന്നർ വിസ്റ്റത്തിലേക്കുള്ള പാത്ത് മനസ്സിലാക്കാനുള്ള ടൈമായിട്ട് കാണിക്കുന്നു. സോ അവരിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് അവരിൽ തന്നെയാണ്. അതുപോലെ അവരുടെ നീഡ്സും ഡിസൈർസും എല്ലാം അവർ സ്വയം മനസ്സിലാക്കേണ്ട ടൈമായിട്ട് കാണിക്കുന്നു. സോ അതിനാലാണ് അവരിപ്പോൾ ഹെർമിറ്റ് മോഡിലുള്ളത്. എങ്കിലും ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇപ്പോഴും ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കാറുമുണ്ട്. ബട്ട് അത് അവർ ഉള്ളിൽ ഒതുക്കി പുറമെ ഫീലിങ്സ് ഒന്നും തന്നെ ഇല്ല എന്ന് കാണിക്കുന്നു. ബിക്കോസ് ഇവിടെ കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ആ പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. ഇപ്പോൾ അവിടെ ആർക്കും തന്നെ സ്ഥാനമില്ല എന്നാണ് കാണിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അവരത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അതുപോലെ കിങ് ഓഫ് വാൻഡ്സ് പറയുന്നത് അവരിപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവർക്ക് തന്നെയാണെന്നാണ്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് വാൻഡ്സ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഉള്ളത് അവിടെ അവർക്ക് ബർഡനായിട്ട് ഫീൽ ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റാത്ത അത്രയും റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. ഈ ഭാരമെല്ലാം ഇറക്കി വെച്ച് നിങ്ങളിലേക്ക് വരണമെന്ന് അവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അവരവരുടെ ഡ്യൂട്ടീസിലും റെസ്പോൺസിബിലിറ്റീസിലും എൻഗേജ്ഡ് ആണ്. അതുപോലെ കല്യാണം കഴിഞ്ഞ് കുറച്ച് പേരുടെ എനർജി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഉണ്ട്. എന്നാൽ അവരുടെ ചുമലിലുള്ള എക്സ്ട്രാ ബർഡൻ കൊണ്ടിട്ടാണ് അത് അവർ പുറത്ത് കാണിക്കാത്തത്. ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് കാര്യങ്ങൾ ചോദിച്ചറിയുക. അതായത് എന്തെങ്കിലും പ്രോബ്ലംസിലൂടെയാണ് അവർ പാസ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് അടുത്തിരുന്ന് ചോദിച്ച് വേണ്ട കെയർ കൊടുക്കുക. ഞാൻ പറഞ്ഞത് മാരേജ് കഴിഞ്ഞവരുടെ കാര്യമാണ് കേട്ടോ. സെപ്പറേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് കാര്യങ്ങളൊക്കെ സൗമ്യമായിട്ട് ചോദിച്ചറിഞ്ഞ് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുക. അടുത്തത് 6 ഓഫ് കപ്സ് ആൻഡ് അതുപോലെ 4 ഓഫ് കപ്സും ഉണ്ട്. ഈ 2 കാർഡും സ്ട്രോങ് ആയിട്ട് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഗുഡ് മെമ്മറീസ് അവരെന്നും ഓർക്കാറുണ്ട്. നിങ്ങളുമായിട്ട് ചിലവഴിച്ച സ്ഥലങ്ങളിൽ വീണ്ടും നിങ്ങളുടെ കൂടെ പോകണമെന്നുണ്ട്. അതുപോലെ ചില സമയം ഈ ഒരു പേഴ്സൺ അവരിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങളുടെ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നതായിട്ട് കാണുന്നു.
കാരണം 4 ഓഫ് കപ്സിൽ ശ്രദ്ധിച്ച് നോക്കുക കാണാം ആ ഒരു പേഴ്സന്റെ മുൻപിൽ തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്നാൽ ആ ഒരു പേഴ്സന്റെ ശ്രദ്ധ ദൂരെ മാറിയിരിക്കുന്നത്, അതായത് നഷ്ടപ്പെട്ടു പോയ കപ്പിലാണ്. ഈ ഒരു പേഴ്സൺ മുൻപിലുള്ള ഓപ്പർച്യൂണിറ്റികളെ കാണാതെ ഒരു മരത്തിൽ ചാരിയിരുന്ന് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ചില ടൈമിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്ക് അവർക്ക് പശ്ചാത്താപവും ഉണ്ട്. അത് തിരുത്തിയാൽ കൊള്ളാമെന്ന ചിന്ത ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് ലവേഴ്സ് കാർഡും 2 ഓഫ് പെന്റക്കിളും അതുപോലെ ക്വീൻ ഓഫ് പെന്റക്കിളും ആണ്. എടുത്തു പറയേണ്ട കാര്യം ഇവിടെ ഇപ്പോഴും ലവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ അവർ അവരുടെ ലൈഫ് ബാലൻസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതുപോലെ നിങ്ങളെ ഇപ്പോൾ അവർ അവരെക്കാളും മൂല്യമുള്ള ആളായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി നോ കോണ്ടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എടുത്ത് ചാടിപ്പോയി മെസ്സേജ് ചെയ്യാനോ കോൾ ചെയ്യാനോ പോകാതിരിക്കുക കേട്ടോ. ഈ ഒരു പേഴ്സണ് തിരികെ വരാനുള്ള കുറച്ച് സ്പേസ് കൊടുക്കുക, കുറച്ച് ടൈം കൊടുക്കുക. ബിക്കോസ് അവരിപ്പോൾ അവരെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ടൈമായിട്ടാണ് കാണിക്കുന്നത്. അതായത് അവരാരാണെന്നും ജീവിതത്തിൽ നിന്ന് അവർക്ക് എന്താണ് വേണ്ടതെന്നും അവരുടെ മൂല്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കാനും അവർക്ക് ഒറ്റയ്ക്ക് സമയം ആവശ്യമാണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്നും കൂടെ നോക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐ ഫീൽ ബാഡ്ലി ഫോർ ദി വേ ഐ ട്രീറ്റഡ് യു, യു ഡിഡ്ന്റ് ഡിസർവ് ഇറ്റ്. അവർ പറയുന്നത് അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്ത വഴി മോശമായിപ്പോയി, നിങ്ങൾ അതിന് അർഹയായിരുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഐ പ്രേഡ് ഫോർ യു. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചിട്ട് അവരെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഐ ആം ലോസ്റ്റ്, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഓക്കെ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. ഐ തിങ്ക് ഓഫ് യു എവറി ഡേ. ഓക്കെ, ഞാൻ എന്നും നിന്നെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഐ ഹാവ് എ ലോട്ട് ഗോയിങ് ഓൺ ഇൻ മൈ ലൈഫ്. ഓക്കെ, എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ നീഡ് മോർ ടൈം. ഓക്കെ, എനിക്ക് കുറച്ച് സമയം കൂടെ ആവശ്യമാണ്. എന്തൊക്കെ ക്ലൂസ് കിട്ടുമെന്ന് നോക്കാം. ആദ്യമായിട്ട് 18 എന്ന് പറഞ്ഞ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 12 കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഡിസംബർ മാസവും ആയിരിക്കാം. ഓക്കെ, ഐസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ കണ്ണുകൾ വളരെ അട്രാക്ഷൻ ഉള്ളതായിരിക്കാം. ഓക്കെ, ലെറ്റർ കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായി ജൂലൈ മാസം കിട്ടിയിട്ടുണ്ട്. ലെറ്റർ 6 കിട്ടിയിട്ടുണ്ട്. 20 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, ഒരു പക്ഷേ ഏജും ആയിരിക്കാം. ലെറ്റർ ജെ കിട്ടിയിട്ടുണ്ട്. ലിബ്ര സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്പർ 1 കിട്ടിയിട്ടുണ്ട്, ഒരു പക്ഷേ ജനുവരി മാസം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അവിട്ടം നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എക്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക് യു.